الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أوأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത നടുക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് കയറിയിരുന്നാൽ സൗകര്യം കുറവാണ്, താഴെ വർക്കായതുകൊണ്ട് പരമാവധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ വരുന്ന ആളുകൾക്ക് പ്രയാസമില്ലാതെ കൂടാൻ കഴിയും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളുമൊക്കെയാണ് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വഴി നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മിലേക്കെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനും ഒന്നുകൂടെ ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കാനും എല്ലാമുള്ള ധാരാളം പാഠങ്ങൾ ഇത്തരം സംഭവങ്ങളൊക്കെ വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. ദൈവനിഷേധികൾക്ക് ഒരുപക്ഷെ തങ്ങളുടെ നിഷേധം ഒന്നുകൂടി വർദ്ധിക്കുവാനാകും ഇത്തരം ചില കാര്യങ്ങളൊക്കെ നിമിത്തമായി മാറുക. അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഏതു കാര്യം സംഭവിച്ചാലും വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കുന്നു,
അവിശ്വാസിയുടെ കുഫർ, അവന്റെ അവിശ്വാസവും ഒരു വേള അത് മുഖേന വർദ്ധിക്കുന്നു. ചിലർക്കെങ്കിലും അള്ളാഹുലേക്ക് മടങ്ങുവാനുള്ള നിമിത്തമായി ഇത്തരം ചില സംഭവങ്ങളെ അള്ളാഹു തആല നിമിത്തമാക്കി, കാരണമാക്കി മാറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ മനുഷ്യനേറെ ദുർബലനാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ കേട്ട വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾ. ഇനിയും അത്തരം പരീക്ഷണങ്ങൾ നൽകി റബ്ബ് നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിലെ ഞാൻ ഓതി വെച്ച 3 വചനങ്ങൾ 97 മുതൽ 99 വരെയുള്ള ആയത്തുകളാണ്. അല്ലാഹു ചോദിക്കുന്നത്, അഫ അമിന അഹ്ലിൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ പിടുത്തങ്ങൾ, ശിക്ഷകൾ വരികയില്ല എന്നവർക്ക് എന്താണ് നിർഭയത്വമുള്ളത്? ഇതല്ലെങ്കിൽ അവ അമിന അഹ്ലിൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹം വഹും യൽഅബൂൻ. രാവിലെ സമയത്ത് അവർ കളിവിനോദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ നമ്മുടെ ചില പിടുത്തങ്ങൾ വരില്ല എന്നവർക്ക് എന്താണ് നിർഭയത്വമുള്ളത്? അഫ അമിനു മക്റല്ലാഹ്. അല്ലാഹുവിന്റെ തന്ത്രങ്ങളിൽ അവർ നിർഭയരാണോ? എങ്കിൽ നഷ്ടക്കാരായ ജനങ്ങളല്ലാതെ അതേക്കുറിച്ച് നിർഭയരായി മാറുക ഇല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. പ്രപഞ്ചം മുഴുവനും റബ്ബിന്റെ കയ്യിലാണ്, അവന്റെ നിയന്ത്രണാധികാരത്തിലാണ് എന്ന പാഠം തന്നെയാണ് ഇതെല്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. എന്തെല്ലാം പുരോഗതിയും ശാസ്ത്രീയമായ സൗകര്യങ്ങളും ഉണ്ട് എന്ന് അഹങ്കരിച്ചാലും ശരി, അതിനൊക്കെ അപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രം ഉള്ളവനാണ് മനുഷ്യനെന്ന, ദുർബലനാണ്, ലഈഫാണ് എന്ന ആ പാഠം തന്നെയാണ് ഒന്നാമത്തെ പാഠം. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചു, ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യൻ ലഈഫായി, ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഖുർആനിന്റെ യാഥാർത്ഥ്യം, ആ ഒരു വസ്തുത ഒന്നുകൂടെ നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വശംസു തജ്രി മുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر والليل سابق النهار وكل في فلك يسبحون. സൂര്യനും ചന്ദ്രനുമെല്ലാം അതിൻ്റെതായ നിശ്ചിതമായ ഭ്രമണപഥത്തിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ പകലിനെ മറികടക്കുവാനോ സൂര്യന് ചന്ദ്രനെ മറികടക്കുവാനോ ഒന്നും സാധ്യമല്ല. ദാലിക തഖദീറുൽ അസീസിൽ അലീം. എല്ലാം അസീസായ അലീമായ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് എന്നാണ്. ഭീമാകാരമായ സൂര്യനും ചന്ദ്രനും അതേപോലെ ഈ പ്രകൃതി മുഴുവനും എല്ലാം റഹ്മാനായ റബ്ബിന്റെ തീരുമാനപ്രകാരം, ഇവിടെ കണക്ക് പ്രകാരമാണ് എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, ഇന്ന ഫീ ഇഖ്തിലാഫിൽ ലൈലി ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർള് ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും അതേപോലെ രാവും പകലും മാറി മാറി വരുന്നതിലും സമുദ്രത്തിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നതിലും ആകാശലോകത്തിൽ അല്ലാഹു തആല വെള്ളത്തെ ഇറക്കിയതിലും അത് മുഖേന ഭൂമിയെ സജീവമാക്കി മാറ്റിയതിലും ഈ ഭൂമിയിൽ എല്ലാത്തരം ജീവികളെയും അല്ലാഹു തആല വ്യാപകമാക്കിയതിലും അതേപോലെ കാറ്റുകളുടെ നിയന്ത്രണത്തിലും മേഘങ്ങളുടെ നിയന്ത്രണത്തിലുമെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാം റഹ്മാനായ റബ്ബിന്റെ അധികാരമാണ്, നിയന്ത്രണമാണ് എന്നർത്ഥം. ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ എവിടെ ദൈവമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തെ പരിഹസിക്കാൻ, നിഷേധിക്കാൻ ഇത് നിമിത്തമാക്കി മാറ്റുന്ന ആളുകളുണ്ട്. ആ ചോദ്യം കേട്ടാൽ ദൈവമെന്ന സങ്കല്പം ഇല്ലാതിരുന്നാൽ ഈ ദുരന്തമൊന്നും ഉണ്ടാവില്ല എന്നാണ് അത്തരം ആളുകളെ വാക്കുകൾ ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുള്ളത്. എല്ലാം റബ്ബിന്റെ നിശ്ചയങ്ങളാണ്. എന്തിനാണ് ഇത്തരം സംഭവങ്ങൾ അല്ലാഹു തആല സംഭവിപ്പിച്ചത്?
റബ്ബിന് ചില യുക്തികൾ, ഹിക്മത്തുകൾ അതെല്ലാം ഉണ്ട്. എന്താണ് എന്ന് അല്ലാഹു തആലക്ക് മാത്രമാണ് അറിയുക. ചരിത്രത്തിലെമ്പാടും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് പരീക്ഷണമായിരുന്നു, ചിലത് അദാബായിരുന്നു. ചിലത് പരീക്ഷണമാണ്, ചിലത് അദാബാണ്. എല്ലാത്തിനും അല്ലാഹു തആല ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്തിന് മുന്നോടിയായി യഗ്സു ജയ്ഷുൽ കഅബ, ഒരു സംഘം ആളുകൾ കഅബയുമായി യുദ്ധം ചെയ്യാനായി വരും. ഹത്താ ഇദാ കാനൂ ബിബൈദാ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, ആ സൈന്യം ബൈദ എന്ന പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഒന്നാകെ ആ ബൈദ എന്ന പ്രദേശം ഒന്നാകെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു പോകുമെന്ന് നബി തങ്ങൾ പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ആയിഷ ബിബി ചോദിക്കാൻ, നബിയെ കൈഫ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, നബിയെ എങ്ങനെയാണ് ആ നാടൊന്നാകെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുക? വഫീഹിം അസ്വാഖുഹും വമൻ ലൈസ ഫീഹിം, നബിയെ അവിടെ കഅബയിൽ ലക്ഷ്യം വെച്ച് വരാത്ത ആളുകളും ആ നാട്ടിലുണ്ടാകുമല്ലോ, നിരപരാധികളായ ആളുകൾ നാട്ടിലുണ്ടാകുമല്ലോ. ഈ വക ദുരുദ്ദേശങ്ങളൊന്നുമില്ലാത്ത, കഅബയെ ആക്രമിക്കാൻ വന്നിട്ടില്ലാത്ത ആ നാട്ടിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങാടികളിൽ വന്ന ആളുകളെല്ലാം ഉണ്ടാകുമല്ലോ. അപ്പോൾ അദാബ് വരുമ്പോൾ ആ നാട്ടുകൾ ഒന്നാകെ നശിപ്പിക്കപ്പെടുമോ നബിയെ? അത് ന്യായമാണോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി ഞങ്ങളെ മറുപടി കാണാം, യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, അവരെല്ലാവരും ഒന്നടങ്കം താഴ്ത്തപ്പെടും. സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം, അവിടെ ഓരോരുത്തരും നിയ്യത്ത് പ്രകാരം അവർ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. പരലോകത്ത് വരുമ്പോൾ ഈ അകപ്പെട്ട ആളുകൾക്ക് ഓരോരുത്തരും നിയ്യത്ത് പ്രകാരമുള്ള പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുക എന്നർത്ഥം. ദുരന്തങ്ങൾ ചിലർക്ക് ഷഹീദിനെ കൂടി കിട്ടാൻ നിമിത്തമായി മാറും, ചിലർക്ക് ദോഷങ്ങൾ കൊടുക്കാൻ കാരണമായി മാറും, ചിലർക്ക് സിസ്റ്റമുള്ള ആയുസ്സിൽ ഒരുപക്ഷെ വിശ്വാസം ശരിയാവാൻ, കൂടുതൽ ഭക്തരായി മാറുവാൻ നിമിത്തമായി മാറും. ചില ആളുകളെ ഷർറുകളെ ഇല്ലാതാക്കുവാനും അതൊക്കെ ചിലപ്പോൾ കാരണമായി മാറിയേക്കാം. അതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നന്മകൾ ഭാഗവാക്കാവാൻ കൂടി ചിലപ്പോൾ ഇതൊക്കെ നിമിത്തമായി മാറാറുമുണ്ട്. എന്താണെങ്കിലും ആളുകളുടെ ചില ചെയ്തികളുടെ കാരണത്താൽ തന്നെയാണ് അല്ലാഹു തആല ഇത്തരം സംഭവങ്ങളെ ഉണ്ടാക്കാറുള്ളത്. ഒന്നുകിൽ അദാബ്, അല്ലെങ്കിൽ ബലാ, പരീക്ഷണം. രണ്ടാണെങ്കിലും അല്ലാഹു തആല അന്യായമായി ഒരു നാടിനെയും നശിപ്പിച്ചിട്ടില്ല. അല്ലാഹു തആല ഒരു വിഭാഗത്തെയും വെറുതെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടില്ല. റബ്ബ് ചോദിക്കുന്നുണ്ട്, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. മാ യഫ്അലുല്ലാഹു ബിഅദാബികും, നിങ്ങളെ ശിക്ഷിച്ചിട്ട് അല്ലാഹു തആലക്ക് എന്തു ചെയ്യാനാണ് എന്നാണ്. ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ട്, ആളുകളെ വിഷമിച്ചിട്ട് പടച്ച റബ്ബിന് എന്താണ് നേട്ടമുള്ളത്? അങ്ങനെ ഒന്നില്ല. അല്ലാഹു തആല അങ്ങനെ അന്യായമായി ആരോടും ഒന്നും ചെയ്യാറുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ലോകാവസാനമാകുമ്പോൾ ആളുകളെ ചെയ്തികൾ മോശമായി മാറുകയും സ്വഭാവങ്ങൾ മാറുകയും എല്ലാത്തരം തിന്മകളും തോന്നിവാസങ്ങളും വ്യാപകമായി വരികയും ചെയ്യുമ്പോൾ അന്ന് സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ, ആ കൂട്ടത്തിലും ദുരന്തങ്ങളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് അറിവുള്ള ആളുകൾ ഇല്ലാതായി മാറുമെന്ന് ഖിയാമത്ത് അടയാളമായി പഠിപ്പിക്കപ്പെടും. അറിവ് ഉയർത്തപ്പെടും, നാട്ടിൽ അറിവുള്ള ആളുകൾ ഇല്ലാതായി മാറും. ആഴത്തിൽ മതം പഠിച്ച ആളുകളൊക്കെ മരിച്ചു തീർന്ന് ജാഹിലീങ്ങൾ മാത്രം ബാക്കിയാകുന്ന സാഹചര്യം ഉണ്ടാകും. അറിവില്ലായ്മ വ്യാപകമായി വരും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, കൊലപാതകങ്ങൾ വ്യാപകമായി വരും. അതേപോലെ പ്രകൃതി ദുരന്തങ്ങൾ ധാരാളമായി വർദ്ധിക്കും. സമയത്തിന്റെ ദൈർഘ്യം കുറയുന്നതായി മനുഷ്യന്മാർക്ക് അനുഭവപ്പെടും. കൊലപാതകങ്ങൾ വ്യാപകമായി ഉണ്ടാകും എന്നൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ധാരാളമായി സമ്പത്ത് വർദ്ധിക്കുകയും ആ സമ്പത്ത് ഒഴുകുന്നത് പോലെ എമ്പാടും സമ്പത്ത് ഒഴുകി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പാഠങ്ങൾ ഇതെല്ലാം നമുക്ക് നൽകുന്നുണ്ട് എന്നർത്ഥം. സൂറത്ത് അൻകബൂത്ത് അല്ലാഹു തആല വ്യത്യസ്തമായ സമൂഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെ അല്ലാഹു തആല പറയുന്ന ചില കാര്യമുണ്ട്. അപ്പൊ പറഞ്ഞു, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഫകുല്ലൻ എല്ലാവരെയും അഖദ്നാ നാം പിടികൂടിയത് ബിദംബിഹി, ഇവിടെ പാപങ്ങൾ കാരണമായിട്ടാണ് എന്നാണ്. പാപങ്ങൾ നിമിത്തമായിട്ടാണ് എല്ലാവരെയും ഞാൻ പിടികൂടിയത്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, ചിലർക്ക് മേൽ
നാം ചരൽ മഴയാണ് ആകാശലോകത്തിൽ നിന്ന് ഇറക്കിയത്. മറ്റു ചിലർക്കാവട്ടെ ഘോരമായ ശബ്ദമാണ് പിടികൂടിയത്. മറ്റു ചിലരെ ഭൂമിയിലേക്ക് നാം താഴ്ത്തുകയാണ് ചെയ്തത്. മറ്റു ചിലരെ നാം മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാഹു തആല അവരോടൊന്നും ദുൽമ ചെയ്തിട്ടില്ല, അന്യായം പ്രവർത്തിച്ചിട്ടില്ല. അവരവരോട് തന്നെ ദുൽമ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ദുൽമാണ് കാരണമായി മാറിയത്. ശിർക്കാകുന്ന ദുൽമ, കുഫറാകുന്ന ദുൽമ, തിന്മകളാകുന്ന ദുൽമ, അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പനക്കെതിരായി പ്രവർത്തിക്കുക എന്ന ദുൽമ ആളുകൾ ചെയ്യുമ്പോൾ അതിന് കാരണമായും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാമെന്നർത്ഥം. പ്രകൃതിപരമായ ഒരു പക്ഷേ നമുക്ക് പല കാരണങ്ങളും പറയാനുണ്ടാകാം. ചില പ്രദേശങ്ങളുടെ കിടപ്പ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളായി കണക്കാക്കപ്പെട്ടേക്കാം. വാണിങ്ങൾ, മുന്നറിയിപ്പുകൾ ഒരു പക്ഷെ നൽകപ്പെട്ടേക്കാം. ഭൗതികമായ പല കാര്യങ്ങൾ നമുക്കതിന് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായേക്കാം. അതിനൊക്കെ അപ്പുറത്ത് അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് റഹ്മാനായ റബ്ബിന്റെ ചില തീരുമാനങ്ങൾ ഇതെല്ലാം പിന്നിലുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുക. ഒരു പക്ഷെ സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും ഈ നിലക്കുള്ള പ്രയാസങ്ങൾ വരിക. റബ്ബ് ആരെക്കൊണ്ടാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. ചില ആളുകൾ പറയും അത്തരം പ്രദേശങ്ങൾ താമസിച്ചുകൂടാ, സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് താമസം മാറിപ്പോകണമെന്നാണ്. എവിടെയാണ് സുരക്ഷയുള്ളത്? ആർക്കും റഹ്മാനായ റബ്ബിനെ തോൽപ്പിക്കാൻ, അവരുടെ തീരുമാനത്തെ മറികടക്കാൻ ആരെക്കൊണ്ട് സാധിക്കും? ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൂർണ്ണമായും മനസ്സ് മടങ്ങല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അള്ളാഹുലേക്ക് മടങ്ങി തൗഹീദ് ഉൾക്കൊണ്ട് ശിർക്കിന് മുക്തമായുള്ള ജീവിതമാണ് ഏറ്റവും പ്രധാനം. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല ശിർക്കിന്റെ ദൗർബല്യമാണ് റബ്ബ് ചൂണ്ടിക്കാണിച്ചത്. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസൽ അൻകബൂത്ത് ഇത്തഖദത് ബൈത വഇൻ ഔഹയ ബുയൂത് ലബൈതുൽ അൻകബൂത്ത് ലൗ കാനൂ യഅലമൂൻ എന്ന വചനമാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല ഓർമ്മിപ്പിച്ചത്. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹു തആലക്ക് പുറമെ ഔലിയാഇനെ സ്വീകരിക്കുന്ന ആളുകളുടെ ഉപമ, രക്ഷാധികാരികളെ, കൈകാര്യകർത്താക്കളെ, സഹായികളെ പടച്ച റബ്ബിന് പുറമെ സ്വീകരിക്കുന്നവർക്കുള്ള ഉദാഹരണം കമസലിൽ അൻകബൂത്ത്, ഒരു എട്ടുകാലിയുടെ ഉദാഹരണം പോലെയാണ് എന്നാണ്. ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ അൻകബൂത്ത് എന്ന പേര് വന്നത് ഈ പ്രയോഗം കൊണ്ടാണ്. അല്ലാഹു തആലക്ക് പുറമെ ഔലിയാഇനെ, രക്ഷാധികാരികളെ, സഹായികളെ സ്വീകരിക്കുന്ന ആളുകൾ, അവിടെ ഉപമ കമസലിൽ അൻകബൂത്ത്, ഒരു എട്ടുകാലിയുടെ ഉദാഹരണം പോലെയാണ്. ഇത്തഖദത് ബൈത, ആ എട്ടുകാലി ഒരു വീടുണ്ടാക്കിയിരിക്കുന്നു. വഇൻ ഔഹയ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്, വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അഥവാ എട്ടുകാലി വല നെയ്യുന്നു, അതിന്റെ വല ആയിരക്കണക്കായ നൂലുകൾ കൂട്ടിച്ചേർത്താണ് എട്ടുകാലി വലയുണ്ടാക്കുന്നത്. എട്ടുകാലിയുടെ ഓരോ നൂലും 4 നൂലുകൾ ചേർത്തതാണ് എന്നാണ്. ആ 4 നൂലിൽ ഓരോ നൂലും ലക്ഷക്കണക്കായ നൂലുകൾ ചേർത്തതാണ് എന്നാണ്. ഇങ്ങനെ ലക്ഷക്കണക്കായ നൂലുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എട്ടുകാലി ഒരു വല നെയ്യുന്നത്. എന്നാൽ ആ വലയിൽ കുടുങ്ങലോ ഏറ്റവും ദുർബലമായ ജീവികൾ മാത്രമാണ്. ഒരൽപ്പം ജീവനുള്ള ഒരു ജീവി കുടുങ്ങിയാൽ തന്നെ ആ വലയും പൊട്ടിച്ച് അത് പുറത്തേക്ക് പോകുന്നു. മര്യാദക്ക് ഊതിയാൽ ആ വല തകർന്നു പോകുന്നു. ഒരു ചെറിയ പരിക്ക് കൊണ്ടുപോലും ആ വല തകർന്നടിഞ്ഞു പോകുന്നു. ഈ എട്ടുകാലിയെ പോലെയാണ് പടച്ച റബ്ബിന് പുറമെയുള്ള രക്ഷാധികാരികളെ സ്വീകരിക്കുന്ന ആളുകളെന്നാണ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു അവകാശപ്പെടുന്ന മനുഷ്യന്മാര് മുതൽ വ്യത്യസ്തങ്ങളായ ആൾ ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ നാടും ലോകത്ത് മറ്റു പല പ്രദേശങ്ങളും. ഇവരെല്ലാരും കൂടെ ചേർന്നാലും ശരി എട്ടുകാലിയുടെ വീട് പോലെയാണ്. എട്ടുകാലിയുടെ വീടാണ് ഏറ്റവും ദുർബലമായ വീട്. അടുത്ത ആയത്ത് അല്ലാഹു വീണ്ടും പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനിഹി മിൻ ഷൈ, പടച്ച റബ്ബിന് പുറമെ അവർ ആരോടെല്ലാം എന്തിനോടെല്ലാം ദുആ ചെയ്യുന്നുവോ അതെല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു പ്രതാപശാലിയാണ്, അവൻ എല്ലാം അറിയുന്ന തത്വജ്ഞാനിയാണ് എന്നുള്ള ശേഷം ഓർമ്മപ്പെടുത്തി. ഇതെല്ലാം ആളുകൾക്ക് അല്ലാഹു തആല ഉപമയായി വിളിച്ചു നൽകുകയാണ്. പക്ഷേ വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അറിവുള്ള ആളുകളല്ലാതെ ഇതൊന്നും ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് രംഗത്തും പടച്ച റബ്ബിലേക്ക് മനസ്സ് മടങ്ങുക, തൗഹീദ് ഉൾക്കൊള്ളുക. അല്ലാഹുവിന് പുറമെയുള്ള രക്ഷാധികാരികളെ എല്ലാം ഒഴിവാക്കി എനിക്കൊരു പങ്കാളിയും ആവശ്യമില്ല, ഒരു രക്ഷാധികാരിയും ആവശ്യമില്ല,
ഹസ്ബിയല്ലാ, എനിക്കല്ല മതി, ഞങ്ങൾക്കല്ല മതി എന്ന ആ ഒരു തിരിച്ചറിവ്. അതോടൊപ്പം തിന്മകളും തോന്നിവാസങ്ങളും നിറയുമ്പോഴും അല്ലാഹു തആല റഹ്മത്ത് ഇവിടെ ചൊരിയാൻ ചില കാരണങ്ങളുണ്ട്. ഒരു കവി പറഞ്ഞത് കാണാം, ഈ നാട്ടിലേക്കൊക്കെ അള്ളാന്റെ അദാബ് വരാതിരിക്കാനുള്ള ചില കാരണങ്ങൾ ഒന്ന്, റഹ്മാനായ റബ്ബിന് റുകൂഇലായി കഴിഞ്ഞുകൂടുന്ന ചില പ്രായമുള്ള മനുഷ്യന്മാർ, അത് ഈ നാടിന് ബറക്കത്താണ് എന്നാണ്. അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുഴുകുന്ന, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന, റബ്ബിനെ മറക്കാത്ത പ്രായമുള്ള ആളുകൾ, വസബിയത്തും മിനൽ യതാമാ റുല്ലഉ, മുല കുടിക്കുന്ന അനാഥരായ യതീംകളായ ചില മക്കള്, അതേപോലെ മുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ, നാടുകൾ വിജന പ്രദേശങ്ങളിലൊക്കെ മേഞ്ഞു നടക്കുന്ന കുറെ കന്നുകാലികൾ, ഇതെല്ലാം ഇല്ലായിരുന്നുവെങ്കിൽ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ, വേദനയേറിയ അദാബ് നിങ്ങൾക്ക് മേൽ ചൊരിയപ്പെടുമായിരുന്നുവെന്ന് ഒരു കവി പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, ആ സ്മരണം, അത് തന്നെയാണ് പ്രധാനം. ഇത്തരം സംഭവങ്ങൾ അതിനുള്ള പ്രചോദനമാകട്ടെ, അത്തരം പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകട്ടെ. അല്ലാഹു തആല എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മയെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നിലവിളികളാണ്, കരച്ചിലാണ്, ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളാണ് കാഴ്ചകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി നബിയെ മറമാടിയതിനു ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില വചനങ്ങൾ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടത് കാണാം. കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രണ്ട് അമാൻ, രണ്ട് നിർഭയത്വങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. ഫറുഫിഅ അഹദുഹുമ ഫദൂനകുമുൽ ആഖർ, അതിൽ ഒന്നിതാ അവസാനിച്ചിരിക്കുന്നു, ഇനി രണ്ടാമത്തേത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ്. അഥവാ ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആ നാട്ടിന് ഒരു സുരക്ഷയാണ്. പ്രവാചകൻ ഉണ്ടായിരിക്കെ നാടൊന്നാകെ നശിപ്പിക്കപ്പെടുകയില്ല. റബ്ബിന്റെ അദാബ് ആ നാട്ടിലേക്ക് വരുന്നുവെങ്കിൽ ആ പ്രവാചകർക്ക് മുൻകൂട്ടി അല്ലാഹു തആല വഹ്യി നൽകും. അങ്ങനെ പ്രവാചകരും വിശ്വാസികളും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം മാത്രമേ അദാബായിക്കൊണ്ട് ഒരു നാട്ടിൽ ദുരന്തങ്ങൾ സംഭവിക്കാറുള്ളൂ. കഴിഞ്ഞകാല ഉമ്മത്തുകളൊക്കെ ചരിത്രം അതാണല്ലോ നൽകുന്ന പാഠം. ആ നാട്ടിൽ അദാബുണ്ടായപ്പോൾ ആ പ്രവാചകരും ആ അദാബിൽപ്പെട്ട ഒരു ചരിത്രമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകുമ്പോൾ അതൊരു അമാനാണ്, ഒരു സുരക്ഷയാണ് എന്നർത്ഥം. എന്നാൽ ആ അമാനിത നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ സുരക്ഷ ഇത് അവസാനിച്ചിരിക്കുന്നു. ഫദൂനകുമുൽ ആഖർ, അതുകൊണ്ട് മറ്റേത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് അലി പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ഉയർത്തപ്പെട്ടത് പ്രവാചകരാണ്. അമ്മൽ ബാഖി മിൻഹുമാ ഫൽ ഇസ്തിഗ്ഫാർ,
രണ്ടാമത്തേത് ഇസ്തിഗ്ഫാറാണ്. ഇവിടെ നാടും നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സുരക്ഷയാണ്, കവചമാണ് ഇസ്തിഗ്ഫാർ, റബ്ബിനോട് പൊറുക്കൽ തേടുക എന്നത്. സൂറത്തുൽ അഅറാഫിൽ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല കാര്യം പഠിപ്പിച്ചു. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു തആല അവരെ ശിക്ഷിക്കുകയില്ല. വഅൻത ഫീഹിം, നബിയെ താങ്കൾ അവരിൽ ഉണ്ടായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, റബ്ബ് അവരെ ശിക്ഷിക്കുന്നവനല്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നവരായിരിക്കെ. അതൊരു സുരക്ഷയാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന വചനങ്ങൾ, അല്ലാഹുമ്മഗ്ഫിർലി എന്ന പ്രാർത്ഥനകൾ, അല്ലാഹുമ്മഗ്ഫിർലനാ എന്ന പ്രാർത്ഥനകൾ, ആ ആശയമുള്ള ദുആകൾ, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നത് പ്രധാനം തന്നെയാണ്. പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ ആയുധം എന്നത്. എന്നാലും ഒരു പക്ഷേ പരീക്ഷണങ്ങൾ വന്നേക്കാം, അതിനകപ്പെട്ടേക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് നിയ്യത്ത് പ്രകാരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞതിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം. അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ എന്നാണല്ലോ. സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. വിശ്വാസിക്ക് എല്ലാം ഖൈറാണ്. പ്രയാസങ്ങൾ വന്നാൽ അതും ഖൈറാണ്, സന്തോഷങ്ങൾ വന്നാൽ അതും ഖൈറാണ്. എല്ലാം ഖൈറാകുന്നവൻ വിശ്വാസി അല്ലാതെ മറ്റാരുമില്ല എന്നാണ്. അതുകൊണ്ട് ഈ ഒരു അമാൻ, ഈ ഒരു നിർഭയത്വം, ഈ സുരക്ഷ, അതിന്റെ മാർഗത്തെ നാം മുറുകെ പിടിക്കുക. ജീവിതത്തിൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളമായി നമ്മൾ പറയുക. അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുമ്മഗ്ഫിർലനാ തുടങ്ങിയ പാപമോചനത്തിന്റെ തേട്ടങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. എപ്പോഴും ഏതു സമയത്തും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. റബ്ബിനോട് ദുആ ചെയ്യുക. ഖുൽ മാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്തു പരിഗണന നൽകാനാണ് എന്ന് സൂറത്തുൽ ഫുർഖാനിലെ അല്ലാഹു തആല 77-ാമത്തെ ആയത്തിൽ നമ്മോട് ചോദിക്കുന്നുണ്ട്. ആ നിലക്ക് റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാവുക, റബ്ബിൽ തവക്കുലാക്കുക. എന്തു പ്രയാസം വന്നാലും അല്ലാഹുവിൽ തവക്കുലാക്കുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അവന് അല്ലാഹ് മതി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബിൽ തവക്കുലാക്കുക. നിശ്ചയിക്കപ്പെട്ടതെല്ലാം സംഭവിക്കും. ദുനിയാവും ഒന്നാകെ നശിക്കും. ഇത് മാത്രമല്ല, ദുനിയാവ് മൊത്തം നശിക്കും. ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും എല്ലാം തകർന്നടിയുന്ന രംഗമുണ്ട്. ഇത് സമാഉം ഫതറത്, ആകാശം വിണ്ടുകീറി എല്ലാം പൊട്ടിപ്പിളർന്ന് വീഴുന്ന സമയമുണ്ട്. ഭൂമി തകരുന്ന ദിവസമുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പോലും മുതിർന്നു വീഴുന്ന സാഹചര്യം വരാനുണ്ട്. സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുന്ന സാഹചര്യം വരാനുണ്ട്. ഒക്കെ ഇനി വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അല്ലാഹു നിശ്ചയിച്ചതുപോലെ ഈ ദുനിയാവിൽ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ റബ്ബിന്റെ സഹായം ലഭിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞു, ഈ യൻസുർക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ആരും തന്നെ ഇല്ല. അല്ലാഹു നിങ്ങൾ കൈവിട്ടാലോ പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായമില്ല. ഭൗതികമായ ചില സഹായങ്ങൾ, ജീവകാല പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതൊക്കെ ആശ്വാസങ്ങൾ മാത്രമാണ്, താൽക്കാലികമായ ചില സമാധാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടൊന്നും ജീവൻ തിരിച്ചെടുക്കാൻ, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിലേക്ക് നമ്മൾ പൂർണ്ണമായി മനസ്സു മടങ്ങുക, തൗഹീദ് ഉൾക്കൊള്ളവരാവുക. അതോടൊപ്പം ഇത്തരം ദുരന്തങ്ങളിൽ നമ്മളെ ചെയ്യാൻ കഴിയുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ടുകൾ നമ്മൾ നൽകുക. ശാരീരികമായി സഹായം ആവശ്യമുള്ളിടത്ത് ചെയ്യാൻ കഴിയുന്നവർ അതിന് തയ്യാറാവുക. സാമ്പത്തികമായി ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവിടെ ചെയ്യാൻ തയ്യാറാവുക. എല്ലാ രംഗത്തും പ്രാർത്ഥന കൊണ്ടുകൂടി അവരെ കൂടെ നമ്മൾ ഉണ്ടാവുക. ഒരുപാട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യുക. എല്ലാ അർത്ഥത്തിലും എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതിന്റെ ആ നിലക്ക് സഹായികളായിക്കൊണ്ട് നമ്മളും കൂടെ ഉണ്ടാവുക. പരസ്പര സഹായ സഹകരണങ്ങൾ അതൊക്കെ ഈ വക ഈമാനിന്റെ ഭാഗമായി തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹായിക്കുക, സഹകരിക്കുക എന്ന പൊതുവായ അധ്യാപനം, അതിലേക്കെല്ലാമുള്ള വിരൽ ചൂണ്ടുന്ന ആശയങ്ങൾ തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങളെ, എല്ലാത്തും നമ്മളവിടെ കൂടെ നിൽക്കണം. വസ്ത്രം ആവശ്യപ്പെടുന്ന ആളുകൾ, ഭക്ഷണപദാർത്ഥങ്ങൾ ആവശ്യപ്പെടുന്ന നമ്മെപ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. സമ്പാദ്യമുണ്ടായിരുന്നവർ, വീടുണ്ടായിരുന്നവർ, സൗകര്യങ്ങളുണ്ടായിരുന്നവർ എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ
ആരെങ്കിലും നീട്ടിയിട്ട് വേണം. ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ ആരെങ്കിലും നൽകിയിട്ട് വേണം. നമ്മളൊക്കെ പലരും വസ്ത്രങ്ങൾ കൊടുത്തയച്ചു. അതെ, ആ വസ്ത്രങ്ങൾ കൊണ്ടാണ് അവിടെ നിന്ന് നഗ്നത മറക്കുന്നത്. സഹോദരങ്ങൾ, ഈ ഒരു ഗതി നമുക്കും വരാൻ അധിക സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ പള്ളിയിൽ നിന്നും ഇന്ന് ഒരു ചെറിയ കളക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഒരു സംരംഭത്തിലേക്ക് അതിന്റെ പുറത്തതിന്റെ സംവിധാനങ്ങളുണ്ട്. അവിടെ പണം നിക്ഷേപിക്കുക. അതല്ലെങ്കിൽ QR കോഡ് മുഖേന സ്കാൻ ചെയ്ത് നമ്മുടെ സംസ്ഥാന സമിതിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നൽകാം. അത് ഇൻഷാ അല്ലാഹ് 100% അർഹരായ ആളുകളെ കണ്ടെത്തി നാം സഹായിക്കേണ്ട സന്ദർഭം സാഹചര്യം ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ കൊടുക്കാൻ തീർച്ചയായും അത് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് വാക്ക് തരികയാണ്. ആ നിലക്ക് ഇതിന്റെ ഭാഗമാവാൻ നമ്മളൊക്കെ തയ്യാറാവുക. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സഹായ സഹകരണങ്ങൾ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടേക്ക് ഓടിയെത്താൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥന കൊണ്ട് ഇതിനെ കൂടെ നിൽക്കാൻ കഴിയണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത ദുരന്തങ്ങളിൽ നിന്ന്, പരീക്ഷകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله